അങ്ങനെ നമ്മൾ കണ്ടു ബാലചന്ദ്രൻ എല്ലാവരെയും കടുപ്പിച്ച് സംസാരിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന രംഗം. അലീന തന്റെ മകളായിരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ വൈജയന്തി വല്ലാതെ നാണം കെട്ടു പോകുന്നു. ഒടുവിൽ രാജീവനും ശിവനും ഉൾപ്പെടെ അവിടെ വന്നവരെല്ലാം തിരിച്ചു പോകേണ്ടി വരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ രാജീവനും ശിവനും പുതിയൊരു സംശയം മനസ്സിൽ ഉടലെടുക്കുകയാണ്. അലീന ഒരു അനാഥ പെൺകുട്ടിയായിരിക്കെ ബാലചന്ദ്രൻ അവളെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാകുമെന്ന് രാജീവൻ പറഞ്ഞപ്പോൾ ശിവനും അത് ശരിവെക്കുകയാണ്. അതോടെ അവരുടെ സംശയം വേറൊരു തരത്തിലേക്ക് വളർന്നു. ഒരുപക്ഷെ അലീന ബാലചന്ദ്രന്റെ സ്വന്തം മകൾ തന്നെ ആകില്ലേ എന്ന ചോദ്യം ശിവൻ ചോദിക്കുകയാണ്. അങ്ങനെയാകാൻ വഴിയുണ്ടോ എന്ന് രാജീവനും ചോദിക്കുമ്പോൾ ശിവൻ അതിന് മറുപടിയായി വൈജയന്തിയുടെ കാര്യം ചൂണ്ടിക്കാട്ടി. നമ്മുടെ വൈജ പ്രസവിച്ച കാര്യം പോലും ഇതുവരെ ആർക്കും അറിയില്ലല്ലോ രാജീവ. അതുപോലെ ബാലചന്ദ്രന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകളാകില്ലേ അലീന? ശിവന്റെ ഈ സംശയം കേട്ടിട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ അലീനയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അച്ഛൻ തന്നെയല്ലേ? എങ്കിൽ നേരത്തെ തന്നെ അച്ഛനെ കൊണ്ടുവന്നൂടെ എന്ന്. അതിനൊരു പക്ഷേ ബാലചന്ദ്രൻ തന്നെ ഈ സത്യം വൈകിയാണ് അറിഞ്ഞെങ്കിലോ എന്ന ചോദ്യം ശിവൻ ഉന്നയിക്കുന്നു. എങ്ങനെയെങ്കിലും ആ സത്യം തിരിച്ചറിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തന്നെ മകൾ തിരിച്ചെത്തിയതാകാനാണ് സാധ്യതയെന്ന് അവർ രണ്ടുപേരും ഊഹിക്കുകയാണ്. ഏതായാലും അലീനയുടെ അച്ഛൻ ബാലചന്ദ്രൻ തന്നെ ആയിരിക്കുമെന്നും അത് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുട്ടിയായിരിക്കുമെന്നും അവർ ഏകദേശം ഉറപ്പിക്കുകയാണ് കേട്ടോ. എങ്കിലും ഈ നാട്ടിലുള്ള ആരും ഇക്കാര്യം അറിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് രാജീവൻ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ശിവൻ വീണ്ടും സഹോദരിയുടെ രഹസ്യം ഉദാഹരണമായിട്ട് പറയുന്നു. നമ്മുടെ പെങ്ങളുടെ കാര്യം മറ്റുള്ളവർ അറിഞ്ഞു ഇല്ലല്ലോ, അതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാവും ഇതിന് പിന്നിലും. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഒരു DNA ടെസ്റ്റിലൂടെ ഈ സത്യം ഉറപ്പിക്കണം. എന്നിട്ട് അച്ഛനെയും മകളെയും വീട്ടിൽ നിന്ന് പുറത്താകണം. അതിന് വൈജയന്തി തന്നെ സഹായിക്കുമെന്നും അവർ പറയുകയാണ്. ബാലേന്ദ്രന്റെ അടുത്ത് പോലും ചെല്ലാൻ അവൾക്ക് കഴിയില്ല. പിന്നെ എങ്ങനെ മുടി ശേഖരിക്കുമെന്ന ചിന്തയാണ് ശിവന്റെയും രാജീവന്റെയും മനസ്സിൽ വരുന്നത്. അങ്ങനെയിരിക്കെ അവരൊരു വഴി കണ്ടെത്തുന്നു. കൃഷ്ണമോളും ബബിതമോളും ബാലേന്ദ്രന്റെ മക്കളാണല്ലോ. അതിനാൽ അലീനയുടെ മുടിയും ബബിതയുടെയോ കൃഷ്ണമോളുടെയോ മുടിയും ശേഖരിച്ച് അവർ ഒരേ അച്ഛന്റെ മക്കളാണോ എന്ന് പരിശോധിക്കാം. കാരണം സഹോദരിമാർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാൻ ബാലേന്ദ്രന്റെ മുടി തന്നെ വേണമെന്നില്ല. അങ്ങനെ ഈ വഴിക്ക് നീങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് രാജീവനും ശിവനും അവരുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് കാര്യങ്ങൾ രഹസ്യമായി സെറ്റ് ചെയ്യുന്നു. രാജീവന്റെ ഒരു സുഹൃത്ത് ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അവർ വഴി വിവരങ്ങൾ പുറത്തു പോകാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഉറപ്പും ലഭിക്കുന്നു. തുടർന്ന് രാജീവൻ വൈജയന്തി വിളിച്ച് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. ബാലചന്ദ്രന്റെ മകളാണോ അലീന എന്ന സംശയം കേട്ടപ്പോൾ അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല, എന്നെ തോൽപ്പിക്കാൻ അയാൾ ഓരോന്ന് പറയുന്നതാണ് എന്ന് വൈജയന്തി ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ രാജീവൻ തന്റെ സംശയം ഉന്നയിക്കുകയാണ് വൈജയന്തിയോട്. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ബാലചന്ദ്രൻ അറിയാത്തതുപോലെ കല്യാണത്തിന് മുമ്പ് ബാലചന്ദ്രന് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും അതിൽ ജനിച്ച മകളാണെങ്കിലോ ഈ അലീന. ഇത് കേട്ട് വൈജയന്തിയും വല്ലാതെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വൈജയും പിന്നീട് ഭയക്കുന്നു. അതോടെ രാജീവൻ വൈജയെ കൊണ്ട് ഒരു കാര്യം സമ്മതിപ്പിക്കുന്നു. നമുക്ക് അലീനയുടെയും ബബിതയുടെയും മുടി കളക്ട് ചെയ്യണം, എന്നിട്ട് DNA ടെസ്റ്റിന് അയക്കണം. അലീന ബാലേന്ദ്രന്റെ മകളാണോ എന്ന് നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കും. വൈജയന്തി ഏതായാലും ഇതിന് സമ്മതിക്കുകയും അലീന ഉറങ്ങുന്ന സമയത്ത് അവളുടെ മുടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിനൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒടുവിൽ അലീന മുടി ചെയ്യുകയ ശേഷം ചീർപ്പ് മേശപ്പുറത്ത് വെച്ച് പോകുന്നത് വൈജയന്തി കണ്ടപ്പോൾ അവൾ ആ ചീർപ്പിൽ നിന്ന് അലീനയുടെ മുടികൾ ശ്രദ്ധയോടെ ശേഖരിക്കുന്നു. ശേഷം വൈജയന്തി ബബിതയുടെ അടുത്ത് ചെന്ന് നിന്റെ മുടിയിൽ നിന്ന് 2-3 മുടിയെടുത്തതാ, എന്തിനാണെന്ന് ചോദിക്കരുത്, ആരോടും പറയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളുടെ മുടിയും കളക്ട് ചെയ്യുന്നു. പിന്നീട് രണ്ടിനെയും 2 കവറുകളിലാക്കി അവരത് രാജീവന് നൽകുന്നു. ഈ 2 മുടികളും മാച്ച് ചെയ്താൽ അവർക്ക് ഒരേ അച്ഛനാണെന്ന് ഉറപ്പിക്കാൻ കഴിയും. 2-3 ദിവസങ്ങൾക്ക് ശേഷം ടെസ്റ്റിന്റെ ഫലം വരുമ്പോൾ അത് നോക്കിയ ശിവനും രാജീവനും ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇത് രണ്ടും നല്ല മാച്ചിങ് ആണ്. ഇത് ഒരാളുടെ കുട്ടികൾ തന്നെയാണ്. ഇവര് ചേച്ചിയും അനീത്തിയും തന്നെയാണെന്ന് തെളിയിക്കുന്ന ടെസ്റ്റാണിതെന്ന് റിപ്പോർട്ട് ഉറക്കെ പറയുന്നു. ആ DNA ടെസ്റ്റിൽ അലീന ബാലേന്ദ്രന്റെ മകളാണെന്ന് അവരങ്ങനെ ഉറപ്പിക്കുകയാണ്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, അലീനയും ബബിതയും വൈജയന്തിയുടെ വയറ്റിൽ പിറന്നവരാണെന്ന കാര്യം അവരറിയുന്നില്ല, അവരോർക്കുന്നില്ല. അതുകൊണ്ടാണ് ആ DNA ടെസ്റ്റിൽ അവർ സഹോദരിമാരാണെന്ന് തെളിഞ്ഞത്. എന്നാൽ അത് ബാലചന്ദ്രന്റെ പേരിലാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നത്. ടെസ്റ്റ് ഫലം വന്നതോടെ രാജീവനും ശിവനും ആ സന്തോഷ വാർത്ത ഉടനെ തന്നെ വൈജയന്തി അറിയിക്കുന്നു. ഇതോടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വൈജയന്തി ആകട്ടെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് പാഞ്ഞെത്തുന്നു. വാതിൽ തള്ളി തുറന്ന് കടന്നു വന്ന വൈജയന്തിയെ ബാലേന്ദ്രൻ രൂക്ഷമായി നോക്കുകയാണ്. ആരാണ് നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരാണ് വരാൻ പറഞ്ഞത് എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോൾ വൈജയ്ക്ക് മറുപടി പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആരുടെയും അനുവാദം എനിക്ക് ഇങ്ങോട്ട് വരാൻ ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ദത്തെടുത്ത മകൾ നിങ്ങളുടെ രഹസ്യബന്ധത്തിലെ സ്വന്തം മകളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഇത്രയും വലിയ നാടകമായിരുന്നല്ലേ നിങ്ങൾ കളിച്ചത്? വൈജയന്തി ആഞ്ഞടിച്ചു പറഞ്ഞു. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? അവൾ എന്റെ സ്വന്തം ജോലിയാണെന്നോ? എടി വൈജയ്,
ഞാൻ കൈതക്കൽ മാളികയിലെ കുഞ്ഞിരാമമേനോന് ജനിച്ചവന്. എനിക്ക് എവിടെയും പോയി അവിഹിത ബന്ധത്തിൽ മക്കളുണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. അവിഹിത ബന്ധത്തിൽ പിഴച്ചു പ്രസവിച്ച ചരിത്രമൊക്കെ നിന്റെ അച്ഛന്റെ മക്കൾക്കാണുള്ളത്. ഞാൻ അന്നും ഇന്നും സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്. മറ്റൊരു സ്ത്രീയും എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് നീ നിന്റെ ചരിത്രം വിളിച്ചു പറയരുത് എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. എന്നാൽ ഇത്രയും കേൾക്കുന്നതും നിയന്ത്രണം നഷ്ടപ്പെടുന്ന വൈജയന്തിയാകട്ടെ, നിങ്ങളുടെ ചരിത്രം തന്നെയാണ് ഇത്. DNA ടെസ്റ്റിൽ അവൾ നിങ്ങളുടെ മകളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ആക്രോശിക്കുകയാണ് ബാലേന്ദ്രന് നേരെ. DNA ടെസ്റ്റോ? എപ്പോഴെടുത്തെന്ന് ബാലേന്ദ്രൻ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ അത് രാജീവേട്ടനും ശിവേട്ടനും ചേർന്ന് എടുത്തതാണ്. അലീനയുടെയും ബബിതയുടെയും മുടി ശേഖരിച്ച് പരിശോധിച്ചു. അവർ കൂടപ്പിറപ്പുകളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതങ്ങോട്ട് കേൾക്കുന്നതും ബാലേന്ദ്രൻ പൊട്ടിച്ചിരിക്കുകയാണ്. മണ്ടന്മാർ, ഇപ്പോഴും അവർ കഥയറിയാതെ ആട്ടം കാണുകയാണ്. വൈജു ചോദിക്കുന്നുണ്ട്, എന്ത് കഥയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബാലേന്ദ്രൻ അപ്പൊ ദേഷ്യത്തോടുകൂടി പറയുകയാണ്, അത് നീ തന്നെ നിന്റെ ആങ്ങളമാരോട് പോയി ചോദിക്കാൻ. എന്നിട്ട് പറയുകയാണ്, അതെ, അലീന എന്റെ സ്വന്തം മകള് തന്നെയാണ്, എന്റെ ചോരയാണ്. നിനക്ക് എന്താ വേണ്ടത്? നീ എന്നെ ചോദ്യം ചെയ്യുന്നല്ലോ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ. നീ അത്രയും പരിശുദ്ധയാണോ എന്ന് നീ സ്വയം ചിന്തിക്കുക. എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ പോ. എന്നോട് ചോദ്യം ചെയ്യാൻ നിനക്ക് ഒരു അധികാരവും ഇല്ല. ഇത്രയും പറഞ്ഞ് ബാലേന്ദ്രൻ വൈജയെ മുറിയിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം വൈജയന്തിയെ ഭ്രാന്തെടുത്ത അവസ്ഥയിലെത്തിച്ചു. അയാൾ തന്നെ ചതിച്ചു. തന്നെ മാത്രം സ്നേഹിക്കുമെന്ന് പറഞ്ഞതൊക്കെ ബാലേന്ദ്രന്റെ കള്ളമായിരുന്നെന്ന് വൈജ ഉറപ്പിക്കുകയാണ്. ഇതിനിടയിൽ ഗംഗാധര മേനോൻ രാജീവനെ വിളിക്കുന്നു. രാജീവൻ കാര്യങ്ങളെല്ലാം ഗംഗാധരനോടും പറയുകയാണ്. അതെ, അലീന അയാളുടെ മകൾ തന്നെയാണ്. ഗംഗാധര മേനോൻ അത് കേട്ട്, ആര്? അലീനയോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ബാലേന്ദ്രൻ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ട് നമ്മുടെ അറിവിലില്ലല്ലോ. നമ്മുടെ കൺമുമ്പിലല്ലേ അയാൾ വളർന്നത്. ഗംഗാധരൻ അങ്ങനെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾ തെളിയിച്ചു, നമ്മൾക്കറിയാത്ത ഒരു ചരിത്രം അയാൾക്കുണ്ട്. DNA ടെസ്റ്റ് ഒരിക്കലും കള്ളം പറയില്ലല്ലോ. ആ സമയത്ത് ഗംഗാധരൻ ഞെട്ടലോട് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ് രാജീവ, ആ അലീന ഒരിക്കലും ബാലേന്ദ്രന്റെ മകളല്ല, നമ്മുടെ വൈജയന്തിയുടെ മകൾ തന്നെയാണ്. അതങ്ങോട്ട് കേൾക്കുന്നതും രാജീവനും ശിവനും വിശ്വസിക്കാനാവാതെ, നിങ്ങൾ എന്താ ഈ പറയുന്നത് ചോദിക്കുമ്പോൾ ഗംഗാധരൻ നടന്ന കാര്യങ്ങളെല്ലാം അവരുമായിട്ട് പങ്കുവെക്കുകയാണ്. അത് അന്ന് അവൻ 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നിരുന്നല്ലോ ബാലേന്ദ്രൻ. അതെന്തിനായിരുന്നെന്ന് അറിയാമോ? വൈജ പ്രസവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് അലീന വൈജയന്തിയുടെ യഥാർത്ഥ മകളാണെന്ന കാര്യമാണ്. എനിക്കും മാലതയ്ക്കും അന്നേ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അലീന വൈജയന്തിയുടെ മകളാണോ എന്ന്. അന്ന് വൈജയെ വിശ്വസിപ്പിച്ച് കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞു. പിന്നീട് ആ കുഞ്ഞ് 3 വയസ്സായപ്പോൾ മരിച്ചുപോയെന്ന് കുഞ്ഞിരമ്മ മേനോനും നമ്മുടെ അച്ഛനും ഉണ്ണിമാമയും ഒക്കെ പറഞ്ഞു. ഗംഗാധരന്റെ വാക്കുകൾ കേട്ട് രാജീവനും ശിവനും ഒക്കെ തകർന്നുപോയി. അലീന സ്വന്തം അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് വന്നതെന്നും, അയ്യോ, സ്വന്തം മോളെയാണോ നമ്മളെല്ലാവരും ചേർന്ന് ഇത്രയും നാളും ഉപദ്രവിച്ചത്? ഇത് കേട്ട് ഗംഗാധരൻ ക്ഷുഭിതനായിട്ട് പ്രതികരിക്കുകയാണ് അവരോട്. നിങ്ങൾ അവളെ ഉപദ്രവിച്ചെന്നും, എന്തായാലും നിങ്ങൾ ചെയ്ത പണി വളരെ മോശമായിപ്പോയി. അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അത് പിന്നെ വൈജയന്തിയെ അത്രയും ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തപ്പോൾ എന്ന് രാജീവൻ പറയാൻ ശ്രമിക്കുമ്പോൾ ഗംഗാധരൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതുകൊണ്ടാണ് ബാലചന്ദ്രൻ അവളെ കെയർ ചെയ്തതെന്ന്. വൈജയന്തിയുടെ മകളാണ് അലീനയെന്ന് നമ്മളെല്ലാവരും അറിയുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും ആട്ടി ഓടിച്ചപ്പോഴും ഉപേക്ഷിച്ചപ്പോഴും അയാളാണ് നെഞ്ചോട് ചേർത്ത് അവളെ പിടിച്ചു നിർത്തിയത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കുറ്റബോധം വേണം. അന്ന് അച്ഛൻ ചെയ്തു കൂട്ടിയതിന്റെ പാപം ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മളാണ്. രാജീവൻ ഗംഗാധരന്റെ വാക്കുകളായിട്ട് പറയുന്നുണ്ട്, എന്തായാലും അലീന അവിഹിതത്തിലുണ്ടായ കുട്ടിയല്ലേ, അതിനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്കാകുമോ? അന്ന് വൈജയുടെ ജീവിതമായിരുന്നല്ലോ നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം. രാജീവൻ അങ്ങനെ ന്യായീകരിക്കുമ്പോഴും അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബാലേന്ദ്രനെ വെറുതെ കുത്തി നോവിക്കാൻ നിങ്ങൾ പോകണ്ട. അയാൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ വേഗം ആ വീട്ടിൽ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ഉപദേശിക്കുകയാണ് ഗംഗാധരൻ. ഗംഗാധരമേനോന്റെ വാക്കുകൾ രാജീവിന്റെയും ശിവന്റെയും മനസ്സിൽ ഭീതി നിറച്ചു. ബാലേന്ദ്രൻ സത്യമെങ്ങാനും വൈജയുടെ അടുത്ത് പറഞ്ഞാൽ അത് വൈജയന്തിയുടെ ജീവൻ എടുക്കുമെന്ന ആ തിരിച്ചറിവിൽ അവർ ബാലേന്ദ്രനുമായിട്ടുള്ള പോര് നിർത്തുകയാണ്. ഒടുവിൽ സത്യങ്ങളെല്ലാം ബാലേന്ദ്രൻ അറിയാമെങ്കിലും വൈജയന്തിയുടെ ആത്മാഭിമാനത്തെയും ജീവനെയും ഭയന്ന് രാജീവനും ശിവനും ആ രഹസ്യം എന്നേക്കുമായി ഉള്ളിലൊതുക്കി. വൈജയന്തിയുടെ മകളാണ് അലീന എന്ന പരമമായ സത്യം ഒരു ദുരന്തത്തിന്റെ നിഴലായി അവർ 3 പേരുടെയും ജീവിതത്തിൽ മായാതെ നിന്നു. വൈജയന്തിയുടെ മുന്നിൽ ബാലേന്ദ്രന്റെ അവിഹിത പുത്രിയായി അലീന തോന്നും. കാരണം ആ സത്യം തുറന്നു പറഞ്ഞാൽ ആരുടെ മുന്നിലും തോൽക്കാൻ ഇഷ്ടമില്ലാത്ത വൈജയന്തി ആ നിമിഷം സ്വന്തം ജീവൻ എടുക്കുമെന്ന് അവർ ഭയന്നു. അങ്ങനെ വൈജയന്തിയുടെ വിജയത്തിനു വേണ്ടി അവർ സ്വന്തം മനസാക്ഷിയെ കുഴിച്ചുമൂടി. സത്യം മറന്നുകൊണ്ട് ജീവിക്കാൻ നിർബന്ധിതരായി.